വെൽക്കം ബാക്ക്. മൈ നെയിം ഷാബ് വാച്ചിങ് ഷാബ് വ്ലോഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് കാണാം, നമ്മളൊരു പുതിയ PC മേടിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു PC ബിൽഡാണ്. സോ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് റോൾ. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ PCൻ്റെ ഒരു ലുക്ക് വൈസ് നിങ്ങൾ കണ്ടിട്ട് പോവുക. അതിൻ്റെ ശേഷം നമ്മളെ PCൻ്റെ ബിൽഡും നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. സോ നിങ്ങൾ നേരെ കണ്ടിട്ട് പോവാം. ഇനി നമുക്ക് നമ്മളെ PCയുടെ സ്പെക്ക് കാര്യങ്ങളോട്ട് പോകാം. സോ സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊസസ്സർ വരുന്നത് ഓഫ്കോഴ്സ് Ryzen 5 3500X എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. പിന്നെ നമ്മളെ മദർ ബോർഡ് വരുന്നത് ASUS TUF B450 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മദർ ബോർഡാണ് വരുന്നത്. പിന്നെ നമ്മളൊരു 8GB ഒരു റാം സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത്, DDR4 ആണ്. സോ പിന്നെ നമ്മളൊരു 1TB ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ 256GB ഒരു SSD കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ SMBSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കൂളർ മാസ്റ്ററിൻ്റെ 550 വാട്ട്സിൻ്റെ ഒരു SMBS ആണ് കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ നമ്മൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ സെക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് കൊടുത്തിട്ടുള്ളത് 1050 Ti ആണ്. സോ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഞാൻ എല്ലാവർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ ഞാൻ ഈ ഗ്രാഫിക്സ് കാർഡ് ആദ്യം 1650 ഗ്രാഫിക്സ് കാർഡ് ഇടാനായിരുന്നു വിചാരിച്ചിരുന്നു. ബട്ട് 1650 അതേപോലെ 1660 ഈ ഗ്രാഫിക്സ് കാർഡ് ഒന്നും അവൈലബിൾ അല്ല. ഈ കൊറോണ സീനായതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിക്കുന്ന ഗ്രാഫിക്സ് കാർഡൊന്നും കിട്ടുന്നില്ല. സോ നമ്മളിപ്പോൾ 1650 ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷേ അത് എവിടെയും സ്റ്റോക്കില്ല. ഈ കൊറോണ സീനായതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിക്സ് കാർഡ്, പ്രൊസസ്സർ, ഈ റാം ഇതിനൊക്കെ ഷോർട്ടേജ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഷോർട്ടേജ് വന്നതുകൊണ്ട് തന്നെ നമ്മളെ 1050 ആയാലും ഗ്രാഫിക്സ് കാർഡ് ആയാലും റാം ആയാലും എല്ലാത്തിൻ്റെയും പ്രൈസ് നല്ല രീതിക്ക് കൂടിയിട്ടുമുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിലാണ് PC ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഒരു ബഡ്ജറ്റ് PC ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ ഹൈ ആവും. സോ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ പ്രൈസ് കുറയും എന്ന് നോക്കാം. അതിൻ്റെ ശേഷം നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതാകും കുറച്ചുകൂടി ബെറ്റർ. സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിചാരിച്ച ഗ്രാഫിക്സ് കാർഡൊക്കെ കിട്ടണമെന്നില്ല, ഭയങ്കര രീതിയിൽ ഷോർട്ടേജാണ്. സോ ഇപ്പോൾ നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 1050 Ti ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫ്യൂച്ചറിൽ 1650 ഗ്രാഫിക്സ് കാർഡോ അല്ലെങ്കിൽ 1660 അങ്ങനെ ഏതെങ്കിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. സോ ഇപ്പോൾ നമുക്കൊരു 8GB സ്റ്റിക്കും കൂടി ഇടണം എന്നുണ്ട്, ഒരു 16GB ആക്കണം എന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങളൊരു PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് പ്രൈസ് ഹൈ ആവും. സോ അതുകൂടി ഒന്ന് നോക്കുക, നിങ്ങൾ ആദ്യം പ്രൈസൊക്കെ നോക്കുക. അപ്പോൾ ഇപ്പോൾ 1650 ആയാലും നിങ്ങളിപ്പോൾ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഏകദേശം 20,000 എടുത്തായിട്ടുണ്ട്. 20,000 ആണെന്ന് തോന്നുന്നു ഈ ഒരു ടൈമിൽ. സോ ഇപ്പോൾ നിങ്ങൾ PC ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ വില കുറയാൻ ചാൻസ് ഉണ്ട്.
സോ അടുത്തായിട്ട് നമ്മൾ ക്യാബിനറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ ബോക്സ് K501L എന്ന് പറയുന്ന ഒരു RGB കേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഒരു കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്ട്രാ 2 ഫാനും പ്ലസ് RGB കൊടുത്തിട്ടുണ്ട്. സോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കേസ് തന്നെയാണ്. കാരണം ഈ ഒരു RGB നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ലൈറ്റും ഉണ്ട്, മാത്രമല്ല ഒരുപാട് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ RGB ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ നമ്മളെ ഇവിടെ ലിക്വിഡ് കൂളിംഗ് വെച്ചിട്ടുണ്ട്. അതും ഈ ഒരു കേസും കൂടി ആകുമ്പോൾ നല്ല ലുക്കും കാര്യങ്ങളും തന്നെ നമ്മളെ PC ക്ക് കൊടുക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ കൂളർ മാസ്റ്ററിൻ്റെ ഒരു ലിക്വിഡ് കൂളിംഗ് വെച്ചിട്ടുണ്ട്. ലിക്വിഡ് കൂളിംഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ പ്രൊസസ്സർ ഹീറ്റ് ആവാതിരിക്കാനും മാത്രമല്ല പിന്നെ നമുക്കൊരു എക്സ്ട്രാ RGB ലൈറ്റ് പോലെ ഒരു നല്ല പ്രീമിയം ഒരു PC പോലെ തോന്നിക്കുന്നുണ്ട് ലിക്വിഡ് കൂളിംഗ് വെക്കുന്നത് കൊണ്ട്. സോ നിങ്ങൾക്ക് ലിക്വിഡ് കൂളിംഗ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല, നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ പ്രൊസസ്സർ ഹീറ്റ് ആകാതിരിക്കാനാണ് നമ്മൾ ലിക്വിഡ് കൂളിംഗ് വെക്കുന്നത്. അടുത്തായിട്ട് നമ്മളൊരു മോണിറ്റർ വാങ്ങിയിട്ടുണ്ട്. 24 ഇഞ്ചിൻ്റെ ഡെല്ലിൻ്റെ മോണിറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മോണിറ്റർ തന്നെയാണ്. തീരെ ബെസൽ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ഷോർട്ടായിട്ടുള്ള ബെസലാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് സ്പീക്കറും വരുന്നുണ്ട്, മോണിറ്റർ തന്നെ സ്പീക്കർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ സ്പീക്കർ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ അടുത്തായിട്ട് നിങ്ങൾ ഈ PC ബിൽഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ആ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകാം. ഗെയിമിംഗ് പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ GTA 5 ആണ് കളിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ PC ബിൽഡ് ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഈ 2 മച്ചന്മാരാണ് നമുക്കിന്ന് PC ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പേര് പറയും സെക്യൂർ. പിന്നെ ഈ 2 മച്ചന്മാരാണ് നമുക്ക് PC ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അവരെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വല്ല PC ബിൽഡ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകാം. ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ GTA 5 ആണ് കളിക്കുന്നത്. GTA 5 നമുക്ക് ഫുൾ ഗ്രാഫിക്സിലിട്ട് കളിച്ച് നോക്കാം. സോ അങ്ങനെ ഇട്ട് നോക്കാം. സോ ലെറ്റ്സ് ഗോ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പറ്റി നിന്നെ ഞാൻ ഇന്നാ പിടിച്ചോ. പോട് 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 കുണ്ടികളെല്ലാം പോച്ചി. ബീജമുട് ടാൻ 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 ടാൻ. അല്ലാഹ് കിറുക്കന്മാര്. നിനക്ക് ഭ്രാന്തായോടാ പന്നി.
ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണേലും നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്ക് എവിടെ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തെ കാര്യങ്ങൾ കൊണ്ടുപോകണം. മക്കളെ മാമനോടൊന്നും തോന്നല്ലേ? ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാതർന്ന് പറയടാ. എടാ താരിക്കാരൻ നിന്നോടാ ചോദിച്ചത്. എടാ ഊമയാണെങ്കിൽ വാതർന്ന് പറയടാ. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. അവനെ കയറ്റി വിടറോ. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. പറയാ. എടാ കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെ അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാരെ നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. സോ നമ്മൾ ഗെയിം പ്ലേ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ GTA 5 ഫുൾ ഗ്രാഫിക്സിലിട്ടാണ് കളിച്ചത്. മാത്രമല്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ 1080p 60 FPS സ്ക്രീൻ റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് 60 FPS എബവ് ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങിനാണെങ്കിലും ഇപ്പോൾ ഈ ഫുൾ വീഡിയോ ഞാൻ ഈ ഒരു PC-യിലാണ് എഡിറ്റ് ചെയ്തത്. സോ ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോഴും. സോ ഞാനിപ്പോൾ പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ PC-നെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ. സോ ഈ PC ഞാൻ ബിൽഡ് ചെയ്തത് മാർക്ക് ഇൻഫോടെക് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. നമ്മളെ മലപ്പുറം കോട്ടക്കൽ ആയുർവേദ കോളേജിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് ഉള്ളത്. സോ നിങ്ങൾക്ക് ആരെങ്കിലും PC ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അവരെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും PC ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.